ഷോപ്പിൽ കുറച്ച് ലൈറ്റ് ഒക്കെ പോയിക്കുന്നു, അതിനോണ്ട് തന്നെ തീരെ വെളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് അഷ്ഫാഖ് ഉണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിക്കുന്നത്. എന്നാലേ പ്രധാന പ്രശ്നം അതൊന്നല്ല, ഇതിപ്പോ ആര് കൊടുക്കൂ എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. ആദ്യം സഫ്വാൻ ഒരു കൈ നോക്കി, പിന്നെ അനസ് ഇങ്ങോട്ട് വന്നിട്ട് അതാക്കണോ ഇതാക്കണോ അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് മെയിൻ ആകാന്നല്ലാണ്ട് കാര്യം കൂടെ നടക്കുന്നില്ലേ. അവസാനം നമ്മളെ ചെക്കന് മാറി നിക്കണം എല്ലാരും എന്ന് പറഞ്ഞിട്ട് കളത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നാണ് ഞാൻ അറിയുന്നത് ഓന് നാട്ടിൽ ഇലക്ട്രീഷ്യൻ പണി വരെ എടുത്തതാണ്. പിന്നെ എന്ത് വില കൊടുത്തു മിക്കും കൂടി പഠിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓന്റെ ഹെൽപ്പർ ആയിട്ട് അങ്ങ് നിന്ന് കൊടുത്തു. അൽഹംദുലില്ലാ ഹൈർ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സംഗതി കത്തിക്കുന്നുട്ടോ. ഏകദേശം കയ്യാനായപ്പോഴാണ് വെലെല്ലാവരും എന്നോട് പറയുന്നത് നാട്ടിലൊരു മെയിൻ സ്വിച്ചിന്റെ വയർ മാറ്റി കൊടുത്തിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ് വെനുന്ന്. അതാണ് വെലാരും എന്റെ ഹെൽപ്പറായിട്ട് നിക്കാഞ്ഞെന്ന് പിന്നെ പറയുന്നത്. എന്നാലും നിങ്ങൾ കണ്ടില്ലേ, ഒരു ഹെൽപ്പർ ചെയ്യേണ്ട പണിയൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അയവ ഏതായാലും മനക്കെട്ടലിൽ കാര്യം ഉണ്ടായിരിക്കുന്നു. ഷോപ്പിന്റെ നാലാ ഭാഗത്ത് നല്ല പ്രകാശപൂരിതമായിരിക്കുന്നില്ലേ. അതും കഴിഞ്ഞ് പഠിച്ചവനോട് കുറച്ച് സങ്കടം പറയാൻ വെച്ചിട്ട് ഞാനും ഇറങ്ങി. ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ പള്ളി വരുന്നത്, അതിനോണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. യുദ്ധങ്ങളൊക്കെ പോയിട്ട് എല്ലാ തരത്തിലും എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞമ്മക്കെന്നാ പിന്നെ കാണട്ടോ.